മിടുക്കി. മിടുക്കി മിടുക്കാട്ടോ ചക്കരക്കുട്ടി. കൂട്ടുകാരെ നമസ്കാരം. അറിഞ്ഞം പറഞ്ഞ മഴയാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ തിന്നലെഴുതി നമ്മുടെ ഡയാനയുടെ, നമ്മുടെ നാടൻ പട്ടിക്കുട്ടിയുടെ ഒരു ട്രെയിനിങ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അവൾ സിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് 2-3 ട്രിക്ക് പഠിച്ചതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം 5-10 മിനിറ്റിലോട്ട് ആ നായയെ കൊണ്ട് ആ കമാൻഡിലൂടെ ആ ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കുന്ന വരെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്നത് അതേപടി നിങ്ങളിലോട്ട് എത്തിക്കുവാണ്. ആകെപ്പാടെ 10 മിനിറ്റ് കൊണ്ട് ചിലവാക്കി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നാടൻ പട്ടികളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തോളും. പിന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് അടിച്ച് അത് എക്സസൈസായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഡോഗ് വീണ്ടും അത് ഓർത്തിരിക്കാൻ വഴിയുള്ളൂ. അപ്പം നമുക്ക് ഡയാനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ട്രെയിനിങ് നടത്താം. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2 രീതിയിലുള്ള ട്രെയിനിങ് കാണിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നതിന് മുമ്പ് ഫുഡ് എന്തെങ്കിലും കുറച്ച് കൊടുക്കുക, അതിനുശേഷം നടത്തുക. ഭയങ്കര അഗ്രസീവ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഡോഗാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓടിക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്ത് അവരുടെ എനർജിയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് ട്രെയിൻ ചെയ്യിക്കാമെന്ന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ അതിവിടെ നമുക്ക് കാണാം. ഇവിടെ അഴിച്ച് വിട്ട ഉടനെയുള്ള ട്രെയിനിങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ പഠിപ്പിക്കാൻ നോക്കുന്നത് സിറ്റും വെയിറ്റും ഒക്കെ ആണ് ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിറ്റ് കമാൻഡ് പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൂട്ടി നിറക്കിയ ഉടനെയുള്ള മൊമെൻറ്റിൽ നിങ്ങൾക്ക് കാണാം അവൾ ഭയങ്കര ഹൈപ്പറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് വരും. വിളിച്ചാൽ വരുത്താനും നോ കമാൻഡും ഒക്കെ ട്രെയിൻ ചെയ്യിക്കുന്നതും അതുപോലെ തന്നെ ഹൂപ്പ് ജമ്പ്, വളയത്തിൽ കൂടെ ചാടുന്നതും ഒക്കെ അവൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റ് ചെയ്യിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് പണ്ട് പപ്പിക്ക് ഉപയോഗിച്ച മെത്തേഡുകൾ തന്നെയാണ്. പക്ഷേ 2 സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്, 2 രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം അവളെ എടുത്തുകൊണ്ട് വരുമ്പോൾ പറഞ്ഞതുപോലെ കൂട്ടി നിറക്കിയിട്ടേ ഉള്ളൂ. അവൾ ഹൈപ്പറാണ്, അവൾക്ക് പരിചയമുള്ള സ്ഥലത്താണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് അവൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അവളെ കുറച്ച് സമയം അഴിച്ചു വിട്ട് അവൾക്ക് ഇഷ്ടം പോലെ കളിക്കാനൊക്കെ ഉള്ള സമയം കൊടുത്തതിന് ശേഷം കുറച്ച് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ട്രെയിനിങ്ങുമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ട്രെയിനിങ് നടത്തുമ്പോൾ എപ്പോഴും രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ഷമ നശിക്കാതെ ട്രെയിനിങ് നടത്താം. അല്ലെങ്കിലും ചെയ്യാം, പക്ഷെ നമ്മൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് അവരെ വിളിക്കണം, അവർക്കാണുള്ള അറ്റൻഷൻ തരാൻ മടിയായിരിക്കും. അതേസമയം നമ്മൾ സ്റ്റേബിളായിട്ട് അവരുടെ ആ എനർജി ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അവരിലോട്ട് എത്തിക്കാൻ പറ്റും. കൂട്ടുകാരെ മഴ ആയതുകൊണ്ടാട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം അവൾ ഹൈപ്പറായിട്ടിരുന്നപ്പോൾ നമ്മൾ അവളെ വിളിച്ചു, പേര് വിളിച്ചിട്ട് നമ്മുടെ കയ്യിൽ ട്രീറ്റ് അവൾക്ക് കൊടുത്തു. ട്രീറ്റ് കൊടുക്കുമ്പോൾ അവളുടെ ഹൈറ്റിനെ കഴിഞ്ഞ് പൊക്കിയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ തല ഉയർത്തി പിടിച്ച് അത് എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും തീറ്റ കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല, അവളെ പയ്യെ പുഷ് ചെയ്യും. അവളുടെ മൂക്കിലും വായിലും അവളുടെ മുഖത്ത് ചെറിയ രീതിയിൽ ഈ ട്രീറ്റ് വെച്ചുകൊണ്ട് നമ്മൾ പയ്യെ പുറകോട്ട് പുഷ് ചെയ്യും. അപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ ബാക്ക് സൈഡ് പയ്യെ താത്തി തറയിലിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ മിടുക്കി എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് വിളിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള വേർഡ് അവളെ വിളിക്കുക. മിടുക്കിയെന്നോ ഗുഡ് ഗേളെന്നോ ഗുഡ് ഡോഗെന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാം. എന്നിട്ട് ഒരു ട്രീറ്റും കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസാണ് നമ്മൾ ആദ്യ ദിവസം നമ്മൾ ചെയ്തത്. ഫസ്റ്റ് ഡേ ചെയ്യുമ്പം ഇതാണ് അവസ്ഥ. അതിങ്ങനെ തന്നെ വരത്തുള്ളൂ. അവർ ഓടും ചാടും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. പ്രത്യേകിച്ച് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞതാണ്, ഇത് കൂട്ടി നിറക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം അറിയാതെ തന്നെ അവരുടെ ഉള്ളിലോട്ട് രജിസ്റ്റർ ആകുന്നുമുണ്ട്. ഈ മൊമെൻറ്റിൽ നിങ്ങളത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവൾക്ക് ആദ്യം നമ്മൾ ഇതുപോലെ ഫേസിൽ വെച്ച് പുഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് സൈഡ് ഇരുന്ന് ആ ഇരിക്കുന്ന പൊസിഷനിലോട്ട് വരും. അപ്പോൾ ആ കൂടത്ത് നമ്മൾ സിറ്റ് എന്നുള്ള കമാൻഡ് പറയുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മിന്നായം പോലെ അവളൊന്ന് ഇരുന്ന് തന്നു എന്ന് പറയാൻ നമ്മൾ ഫേസിൽ പുഷ് ചെയ്യാണ്ട് തന്നെ അവൾ ആ പോസിലോട്ട് മാറി, ഇരിക്കുന്ന പൊസിഷനിലോട്ട് മാറി. അപ്പോൾ നമ്മൾ വീണ്ടും മിടുക്കി എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുത്തു. ആ മൊമെൻറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് സിറ്റ് പഠിപ്പിക്കാം. ഇനി അടുത്ത ഒരു മെത്തേഡ് നമുക്ക് നോക്കാം.
മിടുക്കി. പറയോ മേടിക്കാട്ടോ വെച്ചാ മേടിക്കാണ്. ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്ത ഒരു 5 മിനിറ്റ് ആക്ടിവിറ്റിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പുതിയൊരു സ്ഥലത്താണ്. അതുപോലെ ഇവളെ അഴിച്ചുവിട്ട് ഏകദേശം 10-15 മിനിറ്റ് നടത്തി ഫുഡൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിലും ഡോഗിൻ്റെ എനർജി എത്രത്തോളം സ്റ്റേബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അവൾ ഹൈപ്പർ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ല. പരിചയമില്ലാത്ത സ്ഥലമായതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. പിന്നെ അല്പം ഹൈറ്റുള്ളൊരു സ്ഥലത്തൊക്കെ കയറ്റി വെച്ച് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ഡെസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സർഫസിലോട്ട് ഇവരെ ട്രെയിനിങ്ങിന് എടുത്ത് വെച്ച് അത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവളെ ഇന്നലെ ചെയ്ത അതേ പ്രാക്ടീസ് വീണ്ടും ചെയ്തു. വിളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കുന്നു. പുള്ളിക്കാരി കാമായിട്ട് വരുന്നുണ്ട്, ഇരിക്കുന്നു. നമ്മൾ ഫേസിൽ പുഷ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് താത്തി വെച്ചിരിക്കുന്നത് നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടുത്ത മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സിറ്റ് എന്ന് പറയുന്ന കമാൻഡിൽ അവളുടെ ആക്ഷൻ നടക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പക്ഷേ നിങ്ങളുടെ പട്ടി ഈ പറഞ്ഞ രീതിയിൽ ഫേസിൽ നമ്മൾ ട്രീറ്റ് വെക്കുക, അവർക്ക് വേണ്ട തീറ്റ സാധനം കൊടുത്തിട്ട് ബാക്കിലോട്ട് ചെറുതായിട്ട് പുഷ് ചെയ്ത് ഇരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ച് പയ്യെ പുറകിൽ അവരുടെ ഒന്ന് ചെറുതായിട്ട് താത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരിയ്ക്കും. പിടിച്ച് ഞെക്കി ഇരിക്കുകയല്ല ചെയ്യേണ്ടേ, പയ്യെ താത്തി കൊടുക്കുക, അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്നോളും. അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ ഇനി ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാക്ടീസ് മാത്രം മതി, അവർ സിറ്റ് പഠിച്ചോളും. അപ്പോൾ ഈ ഒരു 2 മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നാടൻ ഡോഗിനെയും തീർച്ചയായിട്ടും ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. പിന്നെ പ്രായം കൂടിയാൽ ചെയ്യിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഡോഗിന് ഇപ്പം ഒരു 4-5 വയസ്സ് വരെ ഡോഗിനെ കൂട്ടി മാത്രം ഇട്ട് വളർത്തിയാൽ അത്രയ്ക്ക് കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഡോഗ് നല്ലൊരു വാച്ച് ഡോഗായിരിക്കും. നമ്മുടെ വീടൊക്കെ നല്ലപോലെ നോക്കും, പക്ഷേ ആരും വന്നാലും കുറയ്ക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ട്രെയിനിങ്ങിലോട്ട് വന്നു കഴിയുമ്പം നമ്മളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഒരു വലിയ സംഭവമാണ്. നമ്മളുമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കേട്ടോ, ഞാൻ ട്രെയിനറൊന്നും അല്ല, നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്ന, നമ്മളുമായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡോഗിനെ എത്ര പ്രായത്തിലും ട്രെയിൻ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ റഫായിട്ട് വളർത്തിയ ഡോഗാണ്, എൻ്റെ പർപ്പസ് വീട് കാക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഡോഗിനെ കളിച്ചിരിപ്പിച്ച് ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അതുകൊണ്ട് റഫായിട്ട് വളർത്തിയ ഡോഗാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ട്രിക്കുകൾ ചെയ്യിക്കാൻ പാടായിരിക്കാം ഒരു പ്രായം കഴിഞ്ഞാൽ. പക്ഷെ അവിടെയും നിങ്ങൾക്ക് സമയമുണ്ട്, നമുക്ക് അവരുമായിട്ട് കൂടുതൽ എക്സസൈസുകൾ ചെയ്യാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ, കുറേ കൂടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ക്ഷമയുണ്ട്, സമയമുണ്ടെങ്കിൽ ഏത് ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കാൻ കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. പുല്ലിയത്ത് വ്ളോഗോ പോത്ത് വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം.